गुरुब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुसाक्षात् परब्रह्मं तस्मै श्री गुरवे नमः। നമസ്കാരം. ദി ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് യാവരെയും വിനീതമായി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലാണ്. ഇന്നത്തെ നക്ഷത്രം ഉത്രാടം ആണ് വന്നത്. 2019-2020 എങ്ങനെ ഉണ്ടാവും എന്ന് സൂര്യൻ്റെയും കേതുവിൻ്റെയും യോഗസ്ഫുടം ഗണിച്ച് ആ ഗണിച്ച യോഗസ്ഫുടത്തിൽ നാഥനായി നിൽക്കുന്ന കേതുവിനെയും സൂര്യനെയും മനസ്സിൽ ഉപാസിച്ചുകൊണ്ട് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ ചൈതന്യമായി നിൽക്കുന്ന മഹാദേവനെ വന്ദനം പ്രാർത്ഥിച്ച് ഉപാസിച്ചുകൊണ്ട് രാശി വെച്ചപ്പോൾ തുലാം രാശിയാണ് വന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് വന്ന ആരൂഢം തുലാം. ഈ രാശി 2019-20 ഈ നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെ ഉണ്ടാവും? അവർക്ക് വന്ന ആരൂഢം തുലാം കവടി കൊണ്ട് നിറത്തിയതാണ്. ഈ നക്ഷത്രക്കാർക്ക് സൂര്യൻ 7 നന്നായിട്ടുണ്ട്. 2 ഗുളികൻ 7-ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിന്നുകൊണ്ടുണ്ടെങ്കിൽ കേസ്, ജയിൽവാസം, ആരെങ്കിലും നിങ്ങൾ പറ്റിക്കുക, നാടുവിട, ചൂഷണം അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ബന്ധിക്കുക, കെയർഫുൾ ആയിരിക്കാം പറയാൻ. കാരണം ഇത് ഉത്തര നക്ഷത്രക്കാർ എല്ലാവർക്കും അല്ല. ഇപ്പോൾ 100 ആൾക്കളിൽ ഈ പറയുന്ന അനുഭവം ഒരു 5 ആൾക്കുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചാൽ മതി. അവർ ബോധം എന്തായാലും ഉണ്ടല്ലോ, കോൺഷ്യസ്. അതുകൊണ്ട് എല്ലാവരും ഭേദാറാവേണ്ട ആവശ്യം ഇല്ല ഇല്ല ഇല്ല. അതുകൊണ്ട് 3-ൽ വ്യാഴൻ, 4-ാം ഭാവാധിപതിയും 5-ാം ഭാവാധിപതിയുമായ ശനി 3-ൽ. അപ്പം 4-ാം ഭാവം കൊണ്ട് സ്വത്ത്, ഭൂമി, സ്ഥാനമണം, കച്ചവടം, ഭൂമി കേസ്, സ്വത്ത് കേസ്, ഭൂമിയായിട്ട് അനുവദിച്ച് കുടുംബക്കാരായിട്ട് കേസുകൾ, പ്രശ്നങ്ങൾ, അടിപിടി, കച്ചറകളൊക്കെ ഉണ്ടാകും. അത് എങ്ങനെ രമ്യമായി പിന്നെ രീതിയിൽ നല്ലൊരു വക്കീലെ കണ്ട് അവർ ഉപദേശങ്ങൾ എടുത്ത് അവരെ നിറത്തി സോപ്പിലാക്കി നിങ്ങൾ വിജയിക്കണം. ഇല്ലെങ്കിൽ നടക്കേണ്ടി വരും. കുറേ പൈസ നസ്നി നാരായണ കല്ല് വെച്ച്. 4-ാം ഭാവാധിപതി കേതുവോടുകൂടി യോഗം. എന്തെങ്കിലും സ്ഥലങ്ങളോ പ്രയാസം ഉണ്ടെങ്കിൽ നഷ്ടമില്ലാത്ത രീതിയിൽ വേഗം കച്ചവടം ചെയ്ത് ഹാപ്പി ആവാം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ധർമ്മദേവത ക്ഷേത്രങ്ങളിൽ പോയി പരിഹാരങ്ങളും എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു സംതൃപ്തിയാവാം. നിങ്ങൾ സംതൃപ്തിയാവാം. 5-ൽ ശുക്രൻ, ലഗ്നാധിപതി 5-ൽ. ഈ നക്ഷത്രത്തിൽ കുട്ടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചില സാധ്യതകൾ ആവാനും മനസ്സമാധാനം ഉണ്ടാവാനും സാധ്യതകൾ ഉണ്ട്. 6-ാം ഭാവത്തിലാണ് ബുധൻ. ആ ബുധൻ 9-ാം ഭാവാധിപതിയും ദുരിതാധിപതിയും 6-ൽ. വ്യാഴൻ ഏത് രാശിയിലാണോ ആ ഗ്രഹം നിൽക്കുന്നത് ആ ഭാവാധിപതി ആരൂഢത്തിലിരുന്ന് അനിഷ്ടസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതിന് എനർജിൻ്റെ ഫ്ലോ ആ രാശിക്ക് കിട്ടില്ല. അതാണ് ആ ഭാവ ബലക്ഷയം. ഇന്നത്തെ ഫിസിക്സ് കടം വാങ്ങിച്ചിട്ട് പറയുമ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് 7-ാം ഭാവം 6-ൽ ബുധൻ വന്നാൽ രോഗങ്ങൾ പിടികൂടും. അപ്പോൾ രോഗങ്ങൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് 56 വയസ്സ് കഴിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ 56 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു പുരുഷനും P പ്രോസ്റ്റേറ്റ്, S സ്പെസിഫിക്, A ആൻറ്റിജൻ, PSA 56 വയസ്സ് കഴിഞ്ഞ ഏതൊരു പുരുഷനും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എടുക്കണം. ഏതൊരു പുരുഷനും അതെന്താ
ശ്രേയ ഹാർമോണായ ആണുങ്ങൾക്ക് സ്ത്രീ ഹാർമോൺ കൂടും. അതാണ് ആണുങ്ങൾക്ക് കൂടെ തന്നെ ആണുങ്ങൾക്ക് സ്ത്രീ ഹാർമോൺ കൂടും. എന്താണ് ഹാർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ. അത് കൺവേർട്ട് ചെയ്ത് ടെസ്റ്റോസ്റ്റെറോണായി പെട്ടെന്ന് ഹാർമോൺ കൂടുമ്പോൾ സെൽ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ അവിടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്ക് വീക്ക് വരും. അതുകൊണ്ട് യൂറിൻ ഇറ്റിച്ച് പോകുന്നത്. അതുകൊണ്ട് ഇൻഫെക്ഷൻസുകളൊക്കെ ഉണ്ടാവും. അത് ക്യാൻസറായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് 56 വയസ്സ് കഴിഞ്ഞ് ആർക്കും തന്നെ, അതുകൊണ്ടാണ് 55 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് സെക്സോട് താല്പര്യം ഉണ്ടാവും. ഈ ബസ്സിലൊക്കെ അവരാണ് എല്ലാ ശ്രേഷ്ഠകളും കളിക്കുക. ഈ 55 വയസ്സ് കൊണ്ട് മിക്കവരാണ് ഈ ഹാർമോൺ കൂടുന്ന സമയം. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെ മൂത്രം ഇറ്റിച്ച് പോവുക ചില പ്രശ്നങ്ങളാണുണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ടടുത്ത ലെവലിൽ പോയി PSA ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാൻ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. 7 സൂര്യൻ രാഷ്ട്രത്തിലുള്ളവർക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാവും. നല്ല ജനകീയമായ സപ്പോർട്ടുകൾ കിട്ടും. നല്ല ധൈര്യമുണ്ടാവും. 8 ചൊവ്വ സ്ത്രീജനങ്ങൾക്ക് ബാധിക്കുക. ഈ നക്ഷത്ര സ്ത്രീജനങ്ങളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കച്ചറകൾ, കലഹങ്ങൾ, സെക്സ്വൽ ഡിസോർഡർ. ചൊവ്വ ശുക്രൻ സെക്സ്വൽ ഡിസോർഡർ. അപ്പോൾ സെക്സ്വലിൽ തൃപ്തിയില്ല ഭർത്താവ്, എനിക്ക് സെക്സ്വൽ താല്പര്യമില്ല, ഭർത്താവ് കൂടുതലാണ്, അപ്പോൾ അഭിനയിക്കേണ്ടി വരും, അങ്ങനെ പിരിമുറുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഒരു സെക്സ് സൈക്കോളജി ഡോക്ടർക്ക് ക്യൂർ ചെയ്യാം. ഇല്ലെങ്കിൽ കച്ചറ ഒരുപാട് പിരിമുറുക്കുണ്ടാകും. 9 രാഹു പൂർവികമായ സ്വത്തുകളോ കാര്യങ്ങളോ കിട്ടാനും സാധ്യതകൾ ഉണ്ട്. 10ാം ഭാവാധിപതിയായ ചന്ദ്രൻ 11. അപ്പോൾ ഗവൺമെൻറ് ജോലി ഉദ്യോഗസ്ഥന്മാർക്ക് സ്വല്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. 11ാം ഭാവാധിപതിയായ ബുധൻ 5ലാണ്. പുതിയതായി ധനം ഫിനാൻസ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പലിശയ്ക്ക് കൊടുക്കുക, അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഷെയർ മാർക്കറ്റിലുള്ളവർക്ക് അനിഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിക്കും. അപ്പോൾ ഇതിന് മാറ്റത്തിന് എന്താണ് വരിക? തുലാം രാശി വന്നതുകൊണ്ട് അവിടേക്ക് നോക്കുന്ന ഗുളിക ഭവനാധിപതിയായ ചൊവ്വ അല്ല, സൂര്യൻ അഷ്ടവർഗത്തിൽ ബലമില്ലാത്ത സൂര്യൻ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിൽ വന്നതുകൊണ്ട് മഹാപാശുപത അസ്ത്ര അഗ്നി ഹോമം, മഹാപാശുപത അസ്ത്ര അഗ്നി ഹോമം കേരളത്തിൽ വളരെ ദുർലഭമാണ്. ചില നമ്പൂരിമാർക്ക് സാന്ധികാർക്കൊക്കെ അറിയാം, പ്രത്യേക ഗുരു ഉപാസനയുള്ളവർക്കും അറിയാം. എന്നിട്ട് ആ ഹോമം ഒരു 3 തവണയാണെങ്കിലും 2019-20-20 19-20 ചെയ്യുക. നല്ല മാറ്റങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകും. എല്ലാ ദിവസം രാവിലെ 5:30 മണിക്ക് ലൈവ് പരിപാടി ഉണ്ടാവും. അപ്പുറത്തിപ്പുറത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുവിധ ആൾക്കാരെല്ലാം ലൈവിൽ വരാം. പറയാൻ കാരണം ഒരു ദിവസം ഞാൻ 2 ജാതകം അല്ലെങ്കിൽ 3 ജാതകം നോക്കില്ല. ജ്യോതിഷം കൗൺസിലിംഗ് കൊടുത്താൽ ചെയ്യുക. ഒരു പ്രാവശ്യം ജാതകം നോക്കിയാൽ പിന്നെ ജാതകം നോക്കാനുള്ള ബുദ്ധി ഉണ്ടാകരുത്. ഗണിച്ച് നിരീക്ഷിച്ച് പരീക്ഷിച്ച് അനുഭവത്തിലുണ്ടെങ്കിൽ ആ ദോഷത്തിൽ നമ്മൾ പിന്മാറിപ്പിച്ച് സമൂഹത്തിനും അവിടേക്കും ഗുണമെന്ന രീതിയിലാണ് ഇതിൻ്റെ പദ്ധതി. അതുകൊണ്ട് ചില ആൾക്കാർ വിളിച്ചിട്ട് എനിക്ക് ആ ദോഷമുണ്ട് ഈ ദോഷമുണ്ട്, ഉത്രട്ടാതി നക്ഷത്രം ഈ കൊല്ലം എങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഒരു പൊട്ടൻ ചോദ്യങ്ങളാണ്. പക്ഷേ ഇന്നാളും എല്ലാ ജ്യോത്സ്യന്മാരും അങ്ങനെ പറഞ്ഞ് വിളക്കാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്നെ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് ലൈവ് പരിപാടി ഉണ്ട്. ഇതിന് പിന്നിൽ മുഴുവനും എറണാകുളത്ത് താമസിക്കുന്ന പ്രസാദ് ഏട്ടനാണ്. പുള്ളി സോഫ്റ്റ്വെയർ, അതുപോലെ പല സോഫ്റ്റ്വെയറുകളും വളരെ ചെറിയ രീതിയിൽ കൊടുക്കുന്ന ആളാണ്. അതിൽ അദ്ദേഹം ഒരു ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അവരാണ് ഇതിന് പിന്നിൽ മുഴുവനും കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു കരുവി മാത്രം. ഇവിടെ ഞാൻ അതിൻ്റെ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് ഇരിക്കുകയാണ് മാത്രം. അതിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അദ്ദേഹം എറണാകുളത്തിൽ ഇരുന്നിട്ടാണ് രാവിലെ. അതുകൊണ്ട് ഇവിടെ ഞാൻ തുറന്നു വെച്ചിട്ട് ഈ കാര്യം ചെയ്യുന്നതിന് മാത്രം. അപ്പോൾ സാങ്കേതികമായി ചെറിയ പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. രാവിലെ 5:30 മണിക്ക് തന്നെ ഞാൻ എത്തും. രാശി വെച്ചിട്ടാണ് ഫലങ്ങൾ പറയുന്നത്. എൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തവർക്ക് അങ്ങനെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണം. ഒരു ദിവസം 2 ജാതകം ഇല്ലെങ്കിൽ 3 ജാതകം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു പിടുത്തം കിട്ടും. നിങ്ങൾ നല്ല ഒരു സുഗന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വീശാൻ തുടങ്ങും. ആ രീതിയിലാണ് നോക്കുന്നത്. അതുകൊണ്ട് ദൂരത്തിലുള്ളവർക്ക് പ്രവാസികളൊക്കെ രാവിലെ 5:30 മണിയാകുമ്പോൾ അതിലെത്തുക. ഇതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസാദേട്ടനും കുടുംബത്തിനും ഭദ്രകാളിയും പരമേശ്വരിയും പരിപൂർണമായി കടാക്ഷിക്കട്ടെ. നന്ദി, വണക്കം.